ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഹാപ്പി ഫീസ്റ്റ്. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരാമന്റെ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ. പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, കർത്താവിന്റെ വലിയ കരുണ എല്ലാം ഓർത്ത് നമുക്ക് നന്ദി പറയാം. പിന്നെ കുർബാനയ്ക്കൊക്കെ പോയല്ലോ അല്ലേ? സുഖമായിരിക്കുന്നു. വേറെ പ്രത്യേക വിശേഷങ്ങളില്ല. എന്നൊരു സാക്ഷ്യം വായിക്കാം. ഇല്ലന്റില് ഒക്കെ എഴുതി വച്ചിരിക്കുന്ന ഒരു സാക്ഷിയാണ് വെച്ചാൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട് വിനോദിച്ച ഞാൻ ഒരു സാക്ഷ്യം പറയാനാണ് ഈ ലെറ്റർ എഴുതുന്നത്. ഞാൻ അച്ഛന്റെ ഫുൾ കുടുംബാംഗമാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു സഹോദരിയാണ്. 2022 മുതലാണ് ഞാൻ അച്ഛൻ 5 മിനിറ്റ് ടോക്ക് കേൾക്കാൻ വേണ്ടി തുടങ്ങിയത്. 2022 എനിക്കൊരു പ്രത്യേക ഒരു ദുർപ്പിയുടെ പോലെ ഒരു അവസ്ഥ വന്നു. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഇടയ്ക്കാണ് ഞാൻ അച്ഛന്റെ ഈ 5 മിനിറ്റ് ടോക്ക് യൂട്യൂബിൽ കാണാനായിട്ട് ഇടയായത്. ഞാൻ അന്ന് മുതൽ അച്ഛന്റെ ഈ ടോക്ക് കേൾക്കാൻ തുടങ്ങി. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ. ആ ടോക്ക് കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ദൈവം ആ ഒരു ബുദ്ധിമുട്ട് എന്നെ എടുത്ത് മാറ്റി കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ കംപ്ലീറ്റ് ഞാനത് ഒരു അനുഗ്രഹമായിട്ട് മാറി. അല്ലേ, ഓരോ അവസ്ഥകളല്ലേ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുന്നുണ്ട് പറഞ്ഞാൽ പക്ഷേ അങ്ങ് പറ്റുന്നില്ല. എന്തോ ഒരു പ്രോബ്ലമാണ്. മെഡിക്കൽ സയൻസ് അതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കാം. ഏതായാലും ഈ ടോക്കിൽ അങ്ങനെ എനിക്ക് ഈ ടോക്കിൽ വിശ്വാസം വന്നു. അങ്ങനെ അന്ന് മുതൽ ഞാൻ അച്ഛന്റെ കുടുംബ ടോക്ക് കേൾക്കുന്നുണ്ട്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അച്ഛൻ ഈശോ തന്ന അനുഗ്രഹത്തിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ പ്രാർത്ഥന റിക്വസ്റ്റൊക്കെ അയച്ചിരിക്കുക. പ്രൈസല്ലോ. ഓരോരോ അവസ്ഥകളല്ലേ, പക്ഷേ ഈശോ ഇടപെടും. അതാണ് നമ്മുടെ അനുദിന, നിങ്ങൾ തന്നെ പറ, ഇത്രയും പറയുന്നത് പോയിരുന്നു. നമ്മുടെ അനുദിന ആവശ്യങ്ങൾ ഇടപെടുന്നവനാണ് നമ്മുടെ ഈശോ. കുട്ടികളത് കാണാതെ പഠിക്കണം കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങൾ എന്തായാലും ഇങ്ങനത്തെയൊക്കെയുള്ള ചില സംസാരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇങ്ങനെ 1 സാമുവേൽ 9:3, ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 9:3 അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതിനാണ് ചില നഷ്ടങ്ങൾ ലാഭത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് തലക്കെട്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ചില നഷ്ടം നമുക്കൊരു ലാഭത്തിനുള്ള ഒരു വാതിലാണ്. അതിനെങ്ങനെയാണ്? ഒരിക്കൽ സാവോളിന്റെ പിതാവായ കിഷിന്റെ കഴുതകൾ കാണാതായി. അവൻ സാവോളിനോട് പറഞ്ഞു, ഒരു ബൃത്തനെ കൂട്ടി കഴുതകളെ അവയെ അന്വേഷിക്കുക എന്ന് പറയുക. വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സഹോദരൻ പറഞ്ഞ കിഷ് എന്ന് പറയുന്ന ആളുടെ മോനാണ് സാവൂള്. അപ്പോൾ അപ്പന്റെ കഴുതകൾ നഷ്ടപ്പെട്ടു പോകുന്നു. കഴുതകൾ കാണാതായി. അതിന്റെ കാരണം എന്തെങ്കിലും ആക്കട്ടെ. ചിലപ്പോൾ ചില ആൾക്കാർ മോഷ്ടിച്ചുകൊണ്ട് പോയതായിരിക്കാം. ചിലർ കഴുതയ്ക്ക് തന്നെ ഒരു ചിന്തകല. നമ്മൾ ആ ജീവിനെ അങ്ങനെ കഴുതയ്ക്ക് ചിന്ത നമ്മൾ നിന്നിട്ടെന്താ കാര്യം എന്ന് പറഞ്ഞ ഒരു വിട്ടങ്ങ് പോയിട്ടുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അല്ലെ വഴിതെറ്റി പോകാനാകാം, കാരണങ്ങൾ എന്തോ ആകട്ടെ. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ സംഗതി നഷ്ടം വന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില നഷ്ടം വരും. അത് ചിലപ്പോൾ നമ്മുടേതായ കാരണങ്ങൾ കൊണ്ടാവണമെന്നില്ല. മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടേതായ കാരണങ്ങൾ കൊണ്ടല്ലല്ലോ നഷ്ടം ഉണ്ടാകുന്നത്, അല്ലേ? അതെന്നുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ശ്രദ്ധ കുറവ് കൊണ്ട് വരാം. പലതരത്തിലുള്ള നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ ഇവിടെ കിഷ് ഒരെണ്ണെ ഈ സാവൂളിനോട് പറയും, ഒരു ബർത്തനെ കൂട്ടി കഴുതകൾ അന്വേഷിച്ച് പോകാൻ വേണ്ടി പറയാം. ഇനി ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ സാവൂളിന് ആ സമയത്ത് ഒരുപാട് ഒഴുകഴിവാണ് പറയാം. ഞാൻ വൈകുന്നേരത്ത് കുറച്ച് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയമാണ്. ഇന്ന് തിരിച്ചു വരാൻ നോക്കണം, നാളെ നോക്കിയാലും പോരെ. ഇപ്പൊ വൈകുന്നേരം സന്ധ്യ രാത്രിയായിട്ട് ഇനിയിപ്പോൾ എങ്ങനെയാ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിവുകൾ വേണേ പറയാം. അങ്ങനെയാണല്ലോ ഈ പുതിയ നിയമത്തിലെ വിളിക്കുമ്പോൾ പറയുന്നത്, അല്ലേ? ഒഴുകഴിവുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അല്ലെ? വിവാഹവിരുന്നിന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒഴുകഴിവാ. പക്ഷെ ഒന്നും പറയാം. പക്ഷെ നിങ്ങൾ ചോദിക്കും, അതിനകത്തൊരു ഒബീഡിയൻസ് നോക്കണം, ഒരു അനുസരണം നമ്മൾ നോക്കണം. പറയാം, അപ്പൻ പറഞ്ഞു. വേറെ അതിനകത്ത് പിന്നെ തിരുവായിക്ക് എതിർവായില്ല, വേറെ ചോദ്യം പറച്ചിലൊന്നുമില്ല. ഇന്ന് ഒരാളോട് ഒരു കാര്യം പറഞ്ഞ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു BP-യുടെ മരുന്ന് കുറച്ചിട്ട് കഴിച്ചിട്ട് അതിൽ ഒരു കാര്യം പറഞ്ഞങ്ങോട്ട് കൺവിൻസ് ചെയ്ത് ബോധ്യപ്പെടുത്താൻ എന്തൊരു ഭയാനകമായ സിറ്റുവേഷൻസാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ പോവുകയാണ്. ആ പോക്ക് അങ്ങോട്ട് രാജാവാകാനുള്ള പോക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കണ്ടോ, അതൊരു വിശ്വസ്തതയാണ്, ഒരു അനുസരണം അതിനകത്തുണ്ട്, ഒരു കമ്മിറ്റ്മെന്റ് അതിനകത്തുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാനുള്ള ഒരു ആർജവത്വമുണ്ട്. അതുകൊണ്ടൊക്കെ പോക്ക് എങ്ങനെയാ? രാജാവാകാനുള്ള ഒരു പോക്കാണ് എൻ്റെ സഹോദരങ്ങളെ. നിങ്ങൾ എന്ത് ചെയ്യുക? കഴുതകളെ അന്വേഷിച്ച് പോകുന്നവനെ രാജാവാക്കുന്നൊരു ദൈവമുണ്ട് ബൈബിളിൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ചില നഷ്ടം, ചില അവസരം, അതൊക്കെ നമ്മളെ വലിയ കാര്യങ്ങളെ നിർത്തി. പക്ഷെ നമ്മൾ ഇങ്ങനെ വഴി പറഞ്ഞു ദൈവമേ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഈ പരാതിയും പറഞ്ഞ് സങ്കടവും പറഞ്ഞ് കുറ്റവും പറഞ്ഞ്, അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നൊരു കാര്യമില്ല. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു പ്രത്യാശയുടെ വാതില് നമ്മുടെ ജീവിതത്തിൽ തുറക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഈ വചനത്തിൽ ഷെയർ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ബ്രദർ പറഞ്ഞു, അത് മാത്രമല്ല രണ്ട് പേര് കൂടും. അതിനകത്തൊരു കാര്യമുണ്ട്. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണെന്നൊക്കെ പറഞ്ഞ് സഭാപ്രസ്ഥാന പുസ്തകത്തിന്റെ വചനമുണ്ട്.
അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഓരോ ഓക്കെ ചിലപ്പോൾ ഇതൊക്കെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുള്ളൂ, എങ്കിൽ പോലും രണ്ടുപേര് പോകുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സത്യത്തിൽ എന്താ ഈ വൃത്തിനാണ് പിന്നെ പറയുന്നത് നമുക്ക് ഈ സാമൂലിൻ്റെ അടുത്തേക്ക് പോകാവുന്നത്. ഒരു പക്ഷേ ഈ സാവുൾ തന്നെ പോയായിരുന്നെങ്കിൽ ഈ സാമൂലിന് എടുക്കാൻ സാധ്യതയില്ലായിരുന്നു. അപ്പോൾ ദൈവം എല്ലാം പ്ലാൻ ചെയ്തിട്ട് ദൈവത്തിന്റെ പദ്ധതി പ്ലാനെ നമ്മൾ തകടം മറിക്കാൻ നിൽക്കുന്നു. ക്ലിയർ ആയോ? ഇല്ലെങ്കിൽ ജീവിതം കൊണ്ട് ക്ലിയർ ആയിക്കോളും. എന്നാ ശരി കേട്ടോ, നമുക്ക് സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് അത്ഭുതകരമായ ദൈവ സാന്നിധ്യം, അത്ഭുതകരമായ ദൈവ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ പൈശാചിക പീഡകളും അന്ധകാരശത്തിന്റെ ഉപദ്രവങ്ങളും എല്ലാ തടസ്സങ്ങളും ബന്ധങ്ങളും ആധിപത്യം ഇവരെ കുടുംബങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. പ്രാർത്ഥനയാലും വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. സംസാരത്തിനൊരു കൺട്രോൾ ഇല്ലാത്ത അവസ്ഥ, സംസാരിക്കുമ്പോൾ തടസ്സമുള്ളവര്, അങ്ങനെയുള്ള എല്ലാവരെയും ആശീർവദിക്കുക. കർത്താവ് ദിക്കുള്ളവരൊക്കെ പ്രത്യേകം ആശീർവദിക്കുക. ഇവരുടെ എല്ലാ തരത്തിലും രോഗങ്ങളും പൈശാചികളും ബന്ധനങ്ങളും ശല്യങ്ങളും ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ യാട്ടിപ്പായി. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ ശക്തമായിട്ടുണ്ടാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടാകും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.